ശങ്കറിൻ്റെ കൂടെ ഞാൻ ചെയ്യുന്ന രാംചരൻ്റെ പടത്തിൽ അതിഗംഭീരമായിട്ടുള്ള വേഷമാണ് എൻ്റെ. ഓരോ ഷോട്ട് കഴിയുമ്പോഴും കട്ടെന്ന് പറയുമ്പോൾ ദൈവം എന്ന് പറയുമ്പോൾ ശങ്കർ അവിടെ നിന്നിട്ട് ക്യാമറയിൽ മുമ്പ് ചിരിച്ചിട്ട് ഓരോന്ന് കാണിക്കും. അത് കിട്ടുന്നൊരു ഭാഗ്യമാണത്. ഇവിടെ ലാലേട്ടനും ദിലീപൊക്കെ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് വാല്യൂ തരുന്ന സിനിമകളുള്ളത് നമ്മുടെ ജയറാമേട്ടനാണ്. പക്ഷേ ജയറാമേട്ടൻ കുറേ കാലമായിട്ട് അന്യഭാഷാ ചിത്രങ്ങളിലൊക്കെ പോയിട്ട് കുറെ കോമാളി വേഷങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ കോമാളി വേഷമൊന്നും കണ്ടിട്ട് നമ്മളെപ്പോലെയുള്ള മലയാളികൾക്ക് അത് കണ്ട് ചിരി പോലും വരുന്നില്ല. ഒരു കാലത്ത് അഭിനയ സിംഹമായ കമലഹാസനെ പോലും സൈഡിലിരുത്തി തെന്നാലിയിലും പഞ്ചതന്ത്രത്തിലൊക്കെ നമ്മുടെ ജയറാമേട്ടന്റെ അടിഞ്ഞാട്ടം തന്നെ ഉണ്ടായിരുന്നു. കുറെ സിനിമകൾ ചെയ്തിട്ടുള്ളത് രാജസേനനാണ് ജയറാമേട്ടനെ വെച്ചിട്ട്. ഇനി രാജസേനൻ തിരിച്ചു വന്നാൽ മാത്രമേ ജയറാമേട്ടൻ നല്ലൊരു സിനിമ വരുമോ എന്നുള്ളൊരു ചിന്ത ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ ഇപ്പം ധ്യാനിനെ ആയാലും അർജുൻ അശോകനെയൊക്കെ വെച്ചായാലും മാസത്തിൽ 2 ബോംബെങ്കിലും പൊട്ടിക്കുന്നുണ്ട്. എന്നിട്ട് പോലും നമ്മുടെ ജയറാമേട്ടന് വേണ്ടി നല്ലൊരു ഡയറക്ടറോ നല്ലൊരു സ്ക്രിപ്റ്റോ നമ്മുടെ മലയാളം സിനിമയിൽ ഇല്ലാത്തത് വളരെ വിഷമകരമാണ്. ഓസ്ലർ പോലത്തെ ഒരു സിനിമ ഇതിന് കൊണ്ടുവന്ന സമയത്ത് വിചാരിച്ചു ഇനിയെങ്കിലും ജയറാമേട്ടന്റെ നല്ല കുറെ സിനിമകൾ നമുക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചു. വർഷം 1 കഴിഞ്ഞിട്ട് ഇപ്പൊ അവസ്ഥയിൽ യാതൊരുവിധ മാറ്റവും കണ്ടിട്ട് തോന്നുന്നില്ല. പിന്നെ എന്തിനാണ് ജയറാമേട്ടൻ പോയി ഈ അന്യഭാഷാ സിനിമകളിലൊക്കെ അഭിനയിച്ച് ഇതേപോലെ കോമാളിത്തരം കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ പണമാണ് മുഖ്യം ബിഗിലെ.